എല്ലാവരും ട്രൗസർ അഴിച്ചപ്പോൾ താങ്കൾ മാത്രം ട്രൗസർ അഴിക്കാതെ ഇങ്ങനെ ബലം പിടിച്ചൊക്കെ നിന്നതായിട്ട് പറയുന്ന കേട്ടല്ലോ. എനിക്ക് സ്വാതന്ത്ര്യത്തിൽ വിശ്വാസമുണ്ട്. സ്വാതന്ത്ര്യത്തിൽ? ഓ, അപ്പൊ സെക്കൻഡ് പേപ്പർ ഒന്നും ഇല്ലായിരുന്നു. കേരളത്തിന്റെ ആമ്പിള്ളേർക്ക് എന്തിനാ ജെട്ടി? കേരളത്തിലെ ആമ്പിള്ളേർക്ക് എന്തിനാണ് അമ്മയെ ജെട്ടി? വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ. 10,000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുകയാണ്. എന്റെ പൊന്നമ്മച്ചി എത്തുന്നില്ലല്ലോ അമ്മച്ചി. ഇത് എന്താ ആൽമരമോ? എന്തോന്ന്? ആൽമരമാണോ ഇത്? ഈ ആൽമരത്തെ ഈ പാഴ്മരം ഉണ്ടായേ. ഞാൻ ചോദിക്കുന്നതിന് സമാധാനം പറഞ്ഞ ഇക്കുറിന് ഞാൻ എത്ര ചപ്പാത്തി വേണേലും തരാം. തരുവോ? ഇക്കുറിന്റെ അച്ഛന്റെ പേരെന്താ? അച്ഛൻ. ഫസ്റ്റ് പേര്. സ്റ്റീൽ ബാസിന്റെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ചിരിയുടെ ഈ പുത്തൻ അരങ്ങിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട സുരാജ് ഏട്ടനെ. നമസ്കാരം, എല്ലാവർക്കും സുഖമാണല്ലോ. ഇത് ക്രിസ്തുമസ് നാളുകളാണ്. അതുകൊണ്ട് തന്നെ ലോകമെമ്പാടും ക്രിസ്തുമസിന്റെ ആഘോഷം ഇങ്ങനെ തകൃതിയായിട്ട് നടക്കുകയാണ്. അതെ, ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമൊക്കെ ആയിട്ട് വീണ്ടും ഒരു ക്രിസ്മസ് കാലം കൂടി വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഈ ക്രിസ്മസ് നാളുകളിലാണ് ഈ സാന്താക്ലോസ് കുട്ടികൾക്ക് സമ്മാനങ്ങളുമായിട്ട് വരുന്നു എന്നുള്ളൊരു സങ്കല്പമുണ്ട്. അങ്ങനെ അശ്വതിയുടെ കുട്ടി ചെറുപ്രായത്തിൽ കുഞ്ഞായിരിക്കുമ്പോൾ ഇതുപോലെ സമ്മാനങ്ങൾ അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ടോ? സമ്മാനം കിട്ടിയിട്ടുണ്ട്. എല്ലാ വീടുകളിലൂടെ ഇങ്ങനെ കാരോളോ ആയിട്ട് സാന്താക്ലോസ് വരുമല്ലോ. ഏത് സമയത്ത് കാരോൾ ടീം വരുമല്ലോ എല്ലാ വീടുകളിലും. വീട് എവിടെയാന്ന് പറഞ്ഞ? പാലായിൽ. അപ്പൊ കരോൾ എന്ന് പറഞ്ഞാൽ മതി, കാരോൾ അങ്ങനെ. പാലായിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇംഗ്ലീഷ് ആയിട്ട് നമ്മൾ പറയണ്ടേ? എന്നാലും കാരോൾ ഞാൻ പറയാം. എന്നാ ശരി, ഈ പാട്ടും ഇതൊക്കെ ആയിട്ട് ഇവരിങ്ങനെ വരുമല്ലോ. ഇങ്ങനെ ഈ ക്രിസ്മസ് പാപ്പ ഇങ്ങനെ ഡാൻസ് കളിച്ചിട്ട് കരോള് എന്തായാലും അപ്പൊ അവര് വരുമല്ലോ. അപ്പൊ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ അടുത്ത് വിളിച്ചൊരു സാന്താക്ലോസ് സ്വീറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ട്. വലിയ ഗിഫ്റ്റ് ഒന്നും തന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല. സ്വീറ്റ്സ് ഒക്കെ തരാറുണ്ട്. സമ്മാനം കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് സമ്മാനങ്ങളുമായിട്ട് കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് വരികയാണ്. സാന്താക്ലോസ് അല്ല വരുന്നത്. സാന്താക്ലോസിനും അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും പ്രിയങ്കരായിട്ടുള്ള നമ്മുടെ കുട്ടിക്കുറുമ്പത്തികളും അതുപോലെ തന്നെ കുട്ടിക്കുറുമ്പനുമാണ് ഇവിടെ എത്താൻ പോകുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം അനിഖ, എസ്തർ ആൻഡ് ജുബ്രു. ജുബ്രുവിന്റെ മറ്റൊരു പേരുണ്ട്, എന്താണ്? ഗൗരവ് മേനോൻ. ഗൗരവ് മേനോൻ. ഗൗരവ് മേനോൻ, എസ്തർ. ഗൗരവ് മേനോൻ എന്നൊക്കെ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു വലിയ ആരോ ആയിരിക്കുമെന്ന്. ഇത് നമ്മളെ ജുബ്രു.
മിക്ക സെറ്റിലും ഗൗരവമേനോ അതാരാണ് ജുഗ്രു. ഇത് നമ്മളെ ജുഗ്രൂട്ടൻ. അപ്പൊ നമുക്ക് അനിഖയിൽ നിന്ന് തന്നെ തുടങ്ങാം. അനിഖ, എന്തൊക്കെയാണ് വിശേഷം? ഇപ്പൊ ഞാനൊരു തമിഴ് സിനിമ കണ്ടിരിക്കുന്നത്. തമിഴ് സിനിമ ചെയ്യാണ്. ഏതാണ്? ജയം രവിന്റെയും ലക്ഷ്മണന്റെയും കൂടെ പറഞ്ഞിട്ട്. തമിഴിൽ ആരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്? ഞാൻ അജിത് സാറിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അജിത്തിനോടൊപ്പം വർക്ക് ചെയ്താ? നീ ഇങ്ങനെ തൊട്ടു നോക്കിയിട്ടുണ്ടോ? പിന്നെ എന്റെ അന്വേഷണം അറിയിച്ചേക്കണേ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആളാ. ഓക്കെ, അടുത്ത വിശേഷത്തിലേക്ക് വരാം. താങ്കളോട് ഇന്ന് എനിക്ക് ചോദിക്കില്ല, എനിക്ക് എസ്തറിനോടാണ് ചോദിക്കാനുള്ളത്. എസ്തർ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. എസ്തറിന്റെ സ്ഥലം എല്ലാവർക്കും അറിയില്ലായിരിക്കും, അപ്പൊ ഉറക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക്. എന്റെ സ്ഥലം വയനാടാണ്. വയനാടുകാരിയാണ്. ചുരം ഇറങ്ങിയിട്ട് ഇന്ന് എത്തിയിരിക്കുകയാണ് ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റില്. ആരൊക്കെ കൂടെ ഉണ്ടായിരുന്നു ചുരം ഇറങ്ങാൻ? അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അനിയനെ കൊണ്ടുവന്നില്ല? ഇല്ല, അനിയൻ വീട്ടിൽ എക്സാം ഒക്കെ നടക്കുന്നുണ്ട്. വീട്ടില് അനിയനും സിനിമാ നടനാണ്, എറിക്. അത് അങ്കിളിന്റെ മോനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എന്റെ മോനായിട്ട് ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. രണ്ടുപേരും അഭിനയിച്ചിട്ടുണ്ട്. ആദ്യ സിനിമ ഏതാണ്? ഉറക്കെ പറയേ. നല്ലവൻ. അതിനകത്ത് ആദ്യം കണ്ട നടൻ എന്ന് പറയുന്നത് സുരാജ് അങ്കിളാണ്. ഇപ്പൊ അതിനുശേഷം നീ ഒരുപാട് വളർന്നില്ലേ? എത്ര താരങ്ങളോടൊപ്പം. ഇപ്പൊ നമ്മുടെ ദൃശ്യം സിനിമ, അതില് എന്റെ ദൈവമേ എല്ലാവരും അല്ലെ കരഞ്ഞ സീക്വൻസ് ആണ്. അതില് ഷാജോൺ വന്നിട്ട് ഇങ്ങനെ വാരിട്ട് അടിച്ച് ചവിട്ടുന്ന രംഗമൊക്കെ അടിവരെ ഉണ്ടായിരുന്നില്ലേ? കൂട്ടുകാരികളൊക്കെ എന്തു പറഞ്ഞു സിനിമ കണ്ടിട്ട്? നീയാണോ ഇത്? ഞങ്ങൾ കുറെ നാളെ വിചാരിക്കുന്നു എനിക്കൊരു അടി കിട്ടുന്നത്, അത് കിട്ടിയല്ലോ എന്നുള്ള സന്തോഷം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പറയേ, എവിടെയാണ് സ്ഥലം? ഞാനിപ്പോ പള്ളുരുത്തി, കൊച്ചിയുടെ അടുത്തായിട്ടാണ്. പള്ളുരുത്തിലാണ്. വീട്ടിലെ അച്ഛൻ, അമ്മ, അമ്മ, ചേട്ടൻ. ചേട്ടനും സംവിധാന രംഗത്ത് തന്നെ ഉണ്ട്. അസിസ്റ്റന്റ് ഡയറക്ടറാണ് ഇപ്പൊ ബെന്നില്. ഡയറക്ടറാണ്. ബെന്നിൽ പോയി എന്താണ് എന്റെ അച്ഛനായിട്ടാണ്. എനിക്ക് വയ്യ, എല്ലാവരുടെയും അച്ഛനായിട്ട് ഞാൻ അഭിനയിച്ചു. ഇദ്ദേഹം എന്റെ മകനായിട്ട് ബെന്നില്, അതും അച്ഛന്റെ പേര് പറഞ്ഞ് വിളിക്കുന്ന ഒരു മകനാ. ഈ മങ്കി പെന്നില് എന്തായിരുന്നു, എല്ലാവരും ട്രൗസർ അഴിച്ചപ്പോ താങ്കൾ മാത്രം ട്രൗസർ അഴിക്കാതെ ഇങ്ങനെ ബലം പിടിച്ചൊക്കെ നിന്നതായിട്ട് പറയുന്ന കേട്ടല്ലോ. എനിക്ക് സ്വാതന്ത്ര്യത്തിൽ വിശ്വാസമുണ്ട്. സ്വാതന്ത്ര്യത്തിൽ? ഓ, അപ്പൊ സെക്കൻഡ് പേപ്പർ ഒന്നും ഇല്ലായിരുന്നു, അത് പറ. ആളിന്റെ ഹാപ്പി ജേർണിയിൽ ചോദിക്കുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, എന്തായിരുന്നു ഡയലോഗ്? അതെന്തായിരുന്നു? കൊഴുപ്പിക്കാനാണല്ലോ. കേരളത്തിന്റെ ആമ്പിള്ളേർക്ക് എന്തിനാ ജെട്ടി? കേരളത്തിലെ ആമ്പിള്ളേർക്ക് എന്തിനാണ് അമ്മേ ജെട്ടി എന്ന്? ഇപ്പൊ അനിഖ ചെയ്തുകൊണ്ടിരിക്കുന്ന പടം ഏതാ? തമിഴ് സിനിമയാണ്. തമിഴ്. ഒരു ദിവസം കൂടിയുള്ളൂ എന്റെ ഷൂട്ട്. അനിഖ ആരുടെയൊക്കെ കുട്ടിക്കാലം അവതരിപ്പിച്ചു? ഞാൻ നയൻതാരന്റെ കുട്ടിക്കാലം ചെയ്തിരുന്നു. നാനും റൗഡി താനില്. അത് മാത്രമേ ചെയ്തുള്ളൂ. കുട്ടിക്കാലമായിട്ട് അത് മാത്രമേ ഉള്ളൂ. വേറെ ത്രൂ ഔട്ട് ആയിട്ട് ചെയ്തത്? ഭാസ്കർത്തെ റാസ്കൽ, അതിനകത്തുള്ള ആ ഒരു പാട്ട് തന്നെ എന്തൊരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു സോങ് ആണല്ലേ. ഐ ലവ് യു മമ്മി എന്നുള്ളത് ഇപ്പൊ കുട്ടികളുടെ ഒക്കെ ഒരു ഫേവറേറ്റ് സോങ് ആയി മാറിയിട്ടുണ്ട്. നയൻതാരയുടെ മകളായിട്ടുള്ള ഒരു വേഷം ചെയ്തിട്ടുണ്ട്. പാടുന്നു രണ്ടുപേരി? റെഡി, പാടിക്കോ. അനിഖയുടെ ഒരു അടിപൊളി പാട്ട്. ഒരു പാട്ട് മൂളാം കാതിൽ, ഈ കണ്ണിൽ ചുണ്ടിൽ നെഞ്ചിൽ തേനുമ്മ തരാം ഞാൻ. ഈ നാട്ടുമാവിൻ മേലിൽ പാൽക്കതിരുകളാടും നാളെ, ഈ രാക്കിനാവിൻ കൂട്ടുചായും പൂനിലാവല്ലേ. പൂങ്കാറ്റ് വന്നീ പൂക്കൾ ചേർത്ത് നിന്നീ ചാരെ, ഈ പാതിരാ താരം നോക്കി നിന്നു ദൂരെ. ഈ മൂകവാലിൻ കോണിൽ സ്നേഹദീപം പോലെ, നീ കനവീനും നിലവീനും കതിരൊളിയായി. I love you, I love you, I love you, mummy. I love you, I love you, I love you, mummy. അടിപൊളി. അനിഖ ഇതാണോ പാടില്ല എന്ന് പറഞ്ഞത്? നന്നായിട്ട് പാടി കേട്ടോ. Thank you. ജിബ്രു എന്താ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന? പാടണോ? പിന്നെ ജിബ്രു സിനിമയിലൊക്കെ പാടിയ ആളാണ്. 2 സിനിമയിൽ പാടിയില്ലേ? 2 സിനിമയിൽ ബെന്നിൽ പാടി, ഫിലിപ്സ് ആൻഡ് മങ്കി പെന്നിൽ പാടി. അപ്പൊ ഇപ്പൊ ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ബെന്നിലെ പാട്ട്. ഓക്കെ. ഓ എന്ത് ജീവിതം ഇതെന്ത് ജീവിതം, വല്ല പാട്ടോ പൂച്ചോ ആയല്ലോ. ഓ എന്ത് ജീവിതം ഇതെന്ത് ജീവിതം, വല്ല പാട്ടോ പൂച്ചോ ആയല്ലോ. കിട്ടുന്നതെല്ലാം തിന്നാലോ, വേണകെട്ട് പോലും തിന്നാലോ. തോന്നുമ്പം കിടന്നുറങ്ങാലോ, മകയെ പറ്റി ടെൻഷൻ അടിക്കണ്ടാലോ. ഓ എന്ത് ജീവിതം ഇതെന്ത് ജീവിതം, വല്ല
പിള്ളേരുടെ ബെന്നിലെ പാട്ടാണ്. ഈ പിള്ളേരുടെയൊക്കെ പഠിക്കാൻ പറയും എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് തന്നെ ദേഷ്യം തോന്നിയിട്ട് പാടുന്ന പാട്ടാണ് അല്ലേ? നിങ്ങളുടെ കലാപരിപാടികളെല്ലാം ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെല്ലാം കണ്ടു, സന്തോഷിക്കുന്നു, കൈയടിക്കുന്നു. ഇനി ഇവിടെ നടക്കുന്ന കലാപരിപാടിയും കൂടെ കാണണ്ടേ? അങ്ങനെയാണെങ്കിൽ 3 പേരും ആ സീറ്റിലിരുന്നു. താങ്ക് യു. വല്ല കുടിച്ചിട്ടൊക്കെയാണോ ഡാൻസ് തുടങ്ങിയത്? ആണോ? അയ്യോ, പറഞ്ഞ ഉടനെ അങ്ങ് നിർത്തുന്നത്. ഡാൻസ് ചെയ്യ്, ഡാൻസ് ചെയ്യ്. ആരാ ഈ ആട്ടമൊക്കെ പഠിപ്പിച്ചത് നിങ്ങളെ? ഓ, വിഷ്ണു ആണോ നിങ്ങളെ പഠിപ്പിച്ചത്? അല്ലേലും അവനൊരു ആട്ടക്കാരനാ. ആട 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 ആട. എപ്പോ എന്റെ പൊന്നമ്മച്ചി കല്യാണത്തിന് ഡാൻസ് കളിക്കാൻ വന്ന കൊച്ചുങ്ങളെ മണ്ടേ കയറാൻ നിങ്ങൾ അകത്തോട്ടെല്ലാം പോയി. എല്ലാരും അകത്തോട്ട് പോയിരുന്നില്ല. പൊക്കോ. എന്റെ മോന്റെ കല്യാണം കഴിഞ്ഞ് ഇന്ന് വൈകുന്നേരം ഈ വീട്ടുവളപ്പിൽ കുറെ പേരെയൊക്കെ വിളിച്ച് ഒരു ആഹാരമൊക്കെ കൊടുക്കാൻ പോകും. റിസപ്ഷൻ. ആ, അതിന്റെ പേര് അങ്ങനാണ്. പിന്നെ നാളെ ക്രിസ്തുമസും കൂടെ, അത് ഓർമ്മ വേണം. എല്ലാം റെഡിയാക്കി വന്നാണോ? ഇതൊക്കെ കണ്ട് ആരാ വന്നേക്കുന്നത്? നീയല്ലേ പറഞ്ഞേ എന്റെ മോന്റെ കല്യാണത്തിന് വിളിച്ചാ ഇവരൊന്നും വരത്തില്ലെന്ന്. അയ്യടി, എന്താ ഉണ്ടടി ഏലിയാമോ, എന്റെടി നീ വന്നല്ലോ. ഇന്ന് കോഴിക്കറി ഉണ്ട്, നിന്റെ ഇഷ്ടപ്പെട്ട കോഴിക്കറി. പിന്നൊരു സംശയം, ഈ വെപ്പുവല്ലും വെച്ചോണ്ട് ആ ബ്ലോക്ക് കോഴി ഇവൾ എങ്ങനെ കടിച്ചു മുറിക്കും? നീ അവിടെ ഇരുന്നോടി. തന്നെ വന്നല്ലോ. എന്തേലും വേണമെങ്കിൽ ഞാൻ കവറിനകത്ത് പൊതിഞ്ഞു തരാം കേട്ടോ, എടുത്തോണ്ടൊന്നും പോകണ്ട. അയ്യോ, താണ്ടിരിക്കുന്ന കണ്ട കണ്ണാടിയും വെച്ചോണ്ട്. മനസ്സിലായോ ആരാന്ന്? പിറവത്തുള്ള. ആ, അങ്ങേരുടെ വീട്ടിലെ കല്യാണത്തിന് ഞാൻ ഒറ്റയ്ക്കാ പോയേ. നമ്മുടെ വീട്ടിലെ കല്യാണത്തിന് കൂടും കൊടുക്കുക എടുത്ത് 12 പേരുമായിട്ട് വന്നേക്കുന്നു. അമ്മച്ചി ഒറ്റയ്ക്ക് പോയതും അയാൾ 12 പേരായിട്ട് വന്നത് രണ്ടും കണക്ക് തന്നെ. നീ എന്റെ ചോറുണ്ടാൻ വന്നവനാണോ? എന്നാ എന്റെ ചോറുണ്ടാ മതി. അവന്റെ വീട്ടില് ഞാൻ പറഞ്ഞേക്കാം കേട്ടോടാ. കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ നിന്നെ നിശ്ചയിച്ചിട്ട് സ്റ്റാറൊക്കെ ഇട്ടേക്കണം കേട്ടോ. അമ്മച്ചി ഇവര് മാത്രമല്ല, പിന്നെ അമ്മച്ചിക്ക് അറിഞ്ഞൂടെ ഞാൻ ഫ്ലവേഴ്സ് ചാനലിലെ ആർട്ട് വർക്കർ അല്ലേ? അതെനിക്കറിയാം. ഫ്ലവേഴ്സ് ചാനലിലെ ആർട്ട് വർക്ക് ചെയ്യാൻ പോകാറുണ്ടെന്ന്. എന്റെ ബന്ധം വെച്ചിട്ട് കല്യാണത്തിന് ആരൊക്കെ വരുമെന്ന് അമ്മച്ചിക്ക് അറിയാം. ആരൊക്കെ വരും? സുരാജ് വെഞ്ഞാറമൂട്, അശ്വതി. അമ്മച്ചി പിന്നെ നമുക്ക് ക്രിസ്മസ് അടിച്ചു പൊളിക്കണം. അടിച്ചു പൊളിക്കാം. ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. എന്താണ് അമ്മച്ചി? ഇതെന്താണെന്നറിയാം? ഇതെന്താണ്? അതായത് നമ്മൾ ഈ മെഗാ ഷോയ്ക്കും വലിയ വലിയ ഫംഗ്ഷനൊക്കെ നടന്മാർ വരുമ്പം വെടിപൊട്ടി ഒരു പൂക്കളൊന്നും വീഴും. ആ സാധനമാണ്. അതാണ് ഇത്. സാധാരണ ഒരു കല്യാണ വീട്ടിലും കിട്ടൂല. ഈ ചാനലുമായിട്ടുള്ള ബന്ധം വെച്ച് ഞാൻ അവിടെ നിന്ന് റിസ്ക് എടുത്ത് കൊണ്ടുവന്ന സാധനമാണ്. അതായത് റിസ്ക് എന്ന് പറഞ്ഞാൽ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നത്. അമ്മക്ക് ഒറ്റ പീസേ ഉള്ളൂ. ഒറ്റ പീസേ ഉള്ളൂ. സുരാജ് വെഞ്ഞാറമൂട് ഈ വേദിയിലോട്ട് കയറുന്ന സമയത്ത് അവന്റെ നെഞ്ചത്ത് വെച്ച് കൊടുക്കുക. നെഞ്ചത്തല്ല, പിന്നെ ഒറ്റ പീസല്ലേ ഉള്ളൂ. പുള്ളി വരുന്ന സമയത്ത് തന്നെ ഞാൻ ഇത് തിരികെ ഒപ്പം പൊട്ടു. അയ്യോ, നല്ല അരി. സുരാജും വെഞ്ഞാറമ്മൂട് വരുമ്പോ നീ എന്താ പുട്ടുണ്ടാക്കി കൊടുക്കുവോ? എന്താടാ പുട്ട വിൽക്കുന്നോ? ഇല്ല അമ്മച്ചി, ഒന്നുകൂടെ വെച്ച് തിരികെ പോകാം. ചിലപ്പോൾ കല്യാണ വീട്ടിൽ അവൻ തൂത്ത് വരുമ്പോഴേക്കും ഒരു പെണ്ണിനെ വെച്ച് ഞാൻ തൂത്തതാ. നോക്കി ആക്കി വെച്ചിരിക്കുന്നത്. മാറ്റതങ്ങോട്ട് മാറ്റ. ചെറുക്കനും പെണ്ണും എന്തിയടാ? ആര്? എന്റെ മോനും മോളും. ഓ, അമ്മച്ചിയുടെ മാനായോണ്ട് പറയല്ല. കല്യാണം കഴിഞ്ഞ് വന്ന് കേറിയപ്പോ തൊട്ട് ആ പെണ്ണിന്റെ പിറകെ ഇറങ്ങി. എന്റെ ദൈവമേ, നാണമില്ലാത്ത ഇത്രയും ആൾക്കാരെ വിളിച്ച് വരുത്തിട്ട് ചെറുക്കനും പെണ്ണും അകത്ത് കയറിയിരിക്കും. ജോബിയേ, എടാ ജോബിയേ, ജോബി. ഇതാണ് എന്റെ ഭാര്യ ഡാലിയ. അമ്മ തിരക്കിനിടക്ക് ശ്രദ്ധിച്ചില്ലല്ലേ? അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്ക്. എന്റെ പൊന്നമ്മച്ചി എത്തുന്നില്ലല്ലോ. അമ്മച്ചി ഇത് എന്താ ആൽമരോ? എന്തോന്ന് ആൽമരമാണോ ഇത്? ഈ ആൽമരത്തെ ഈ പാഴ്മരം ഉണ്ടായേ കേട്ടോ. ഓട്ടോ നീങ്ങുന്നില്ല.
അകത്ത് കയറി ഇരിക്കുന്ന ആൾക്കാരൊക്കെ വരുന്ന കണ്ടില്ലേ ഇങ്ങോട്ട്? ഓ കണ്ടു. ആൾക്കാരെയൊക്കെ അപ്പൊ ചെറുക്കനും പെണ്ണും വന്ന സ്ഥിതിക്ക് നമുക്ക് മാർഗം കളി ആദ്യം തുടങ്ങാം. മാർഗം കളിയോ? ഓ, ഒരു മാർഗമില്ലാത്ത കുറെ കൊച്ചു പെമ്പിള്ളേർ കളിക്കുന്ന കളിയാണ് ഈ മാർഗം കളി. അവളമാരെ കേറി വാ. മാർഗം കളിക്കാര് വാ. മാർഗം കളിക്കാൻ വന്നതാണോ? പീലിയുമായിൽ മേൽത്തോന്നും മേനിയും തേതേ പിടുത്തതെണ്ടും കൈയും മെയ്യും എന്നേക്കും പാടവേ പട്ടുടൻ പാണി പുടവ പവിഴമുത്തുമാലയും തേതയലങ്കരിച്ച പന്തലിൽ വന്നുദക വേണം മാത്തുമൻ തേതയലങ്കരിച്ച പന്തലിൽ വന്നിടുന്നരുൾക മാത്തുമൻ തേതയലങ്കരിച്ച പന്തലിൽ വന്നരുൾ കരെ താകുതീ തത്താതിമൃതത്തേ. മതി മതി പോ. ഒറ്റത്തിരി കിടത്തി. നല്ല മാർഗം കളി. നല്ലായിരുന്നു. എവിടുന്ന് കിട്ടി ഇതുങ്ങളെയൊക്കെ? ഇവിടെ അടുത്തുള്ള തന്നെ. ആണല്ലേ? ഇത് കണ്ട എന്റെ മോനും മോളും പിന്നെ കാണാൻ എങ്ങനെ ഉണ്ടാ? നിലവിളക്കിന്റെ അടുത്ത് കരിവിളക്ക് കത്തിച്ച് വെച്ച പോലെ ഉണ്ട്. ഇങ്ങനെയാണോ എന്റെ മോനും മോളും ഇരിക്കുന്നത്? ഇങ്ങനെയാണോ എന്റെ മോളും മോളും ഇരിക്കുന്നത്? Sorry അമ്മച്ചി. ആണോ? അറിയാതെ പറഞ്ഞു പോയി. നീ നോക്ക സൂക്ഷിച്ച്. ചാണകം വഴിയ തറയിൽ അത്ത വിട്ട് വെച്ചിരിക്കും. അമ്മ എന്റെ ഡാലിയുടെ മുമ്പിൽ വെച്ച് നാറ്റിക്കരുത് പ്ലീസ്. ഞാൻ കാത്തിരുന്ന് കിട്ടിയ ഒരു പെണ്ണാണ് പ്ലീസ്. കാത്തിരുന്ന് കിട്ടാൻ ഇവിടെ എന്താ കൊച്ചി മെട്രോ മാറ്റിക്കലൊക്കെ പറഞ്ഞു വിട്ടേ. അമ്മച്ചിക്ക് എങ്ങനെ അമ്മച്ചി ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോനുണ്ടായത്? ബ്ലാക്ക് ആൻഡ് വൈറ്റ് എങ്കിലും ഉണ്ടായല്ലോ മോനെ. എന്താ പറ്റി കുഴപ്പം? എന്താ കുഴപ്പമെന്നറിയാ? വലിയ വെളുത്ത് ചുവന്നുണ്ടാകാൻ ഇവന്റെ അപ്പം ബ്രിണ്ടൻ സാഹിബ് ആയിരിക്കണമായിരുന്നു. ഇവന്റെ അപ്പനെ കാണുന്ന 2 പന്തം കത്തിച്ച് വെച്ചാൽ അവിടെ ഒരു നിഴല് മാത്രമേ കാണത്തുള്ളൂ. ഞാൻ തന്നെ കണ്ടുപിടിക്കുന്ന ഒരു വിഷമം. എന്റെ ദൈവം. അല്ല, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത് നല്ലൊരു ദിവസമാണ്. എന്നെ കൊണ്ട് ഇവരെ ദേഷ്യം പിടിപ്പിക്കരുത്. അമ്മയാണ് കുമ്മയാണ് ഇവിടെ ആൾക്കാരൊക്കെ കണ്ടില്ല. ഒരു ഫംഗ്ഷൻ അല്ലേ ഇത്? എന്ത് അമ്മച്ചി ജഗന്നാഥ് വർമ്മയുടെ മുഖം കാണിച്ച് എന്നെ പേടിപ്പിക്കുന്ന എന്തിനാണ്? ഒരു തള്ളയുടെ മുഖത്ത് നോക്കിയാണോ നീ കൈ ചൂണ്ടി സംസാരിച്ചത്? 30 വർഷക്കാലം പെറ്റ് ചുമന്ന് വളർത്തിയ ഈ തള്ളയെ അവരൊരു നിമിഷം ഒരു പെണ്ണിനെ കിട്ടിയപ്പോ ദേ ഇവിടെ അവൻ മൂള് പുള്ളുകയും തൂറുകയും ഒക്കെ ചെയ്തു വെച്ചു. ഈ തള്ള ആര് വന്നാൽ ഈ മൂത്രമൊഴിച്ച പാട് നോക്കി കാണിക്കും. എന്റെ അമ്മച്ചിയെ ഒന്ന് ശല്യം ചെയ്യാതെ പോ. എന്ത് പറഞ്ഞാലും അമ്മച്ചിയുടെ നെച്ചത് 30 വർഷക്കാലം നിന്നെ പെറ്റ് പോറ്റി വളർത്തിയ ഈ തള്ള ഈ പെണ്ണിനെ കിട്ടിയപ്പോ നിനക്ക് തള്ള വേണ്ട. ദേ ഇവിടെ ഇവനെ പെറ്റ് ആര് വന്നാൽ ഇത് നോക്കി കാണിക്കല്ലേ. ഇത് കുറെ പേര് കണ്ടിട്ടുള്ളതാണ്. പോ. നല്ല പരിചയമുള്ള ചുമ. ജോബി ആരാന്ന് നോക്കിയടാ? ആ അമ്മച്ചി, ആ കട്ടപ്പനന്ന് കുട്ടിപ്പാപ്പൻ വന്നു. ആരാ? കട്ടപ്പനന്ന് കുട്ടിപ്പാപ്പൻ വന്നു. കുട്ടിപ്പാപ്പൻ വന്നു. കുട്ടിപ്പാപ്പനല്ലടാ വന്നത്, കുട്ടിക്കുരങ്ങനൊന്നുമല്ലല്ലോ. നീ എന്തിനാണ് ചാടണത്? കുട്ടിപ്പാപ്പനെ കുറിച്ച് നിനക്കറിയാവോ? ഇല്ലമ്മച്ചി. അയ്യോ എന്റെ കെട്ടിയോന്റെ അനിയനാ. അവൻ പണ്ട് ഈ കട്ടപ്പനയിലോട്ട് അങ്ങ് കുടിയേറിയതാ, കുടിയേറ്റ കർഷകരുടെ കൂടെ. അയ്യോ നീ കുളച്ചൽ യുദ്ധം എന്ന് കേട്ടിട്ടുണ്ടോ? ഈ കുളച്ചൽ യുദ്ധം എങ്ങനെ ഉണ്ടായി? ഇവന്റെ വായി നേതാണ്ട് ഒരു വാക്ക് വീണു, അന്നേരം കുളച്ചൽ യുദ്ധം ഉണ്ടായി. ഈ നാറിയെ ഞാൻ കല്യാണത്തിന് വിളിച്ചില്ല, നാളില്ലാതെ വലിഞ്ഞു കയറി വന്നതായി നായിന്റെ മോൻ. അറിയാമേ? ആ ഞാനാ. എന്തുണ്ട് വിശേഷം? എവിടെ? പറഞ്ഞു വാക്ക്. ഒരു വൻ മതിൽ ഫ്രണ്ടിലങ്ങ് നിൽക്കുന്നു. അയ്യോ. അറിയാമേ? എന്തോ? ഞാൻ ജോബിയുടെ കല്യാണം നടന്ന സ്ഥലമല്ലേ? അതെ, ജോബിയുടെ കല്യാണത്തിന്റെ റിസപ്ഷൻ നടക്കുന്ന സ്ഥലവാ. അറിയാമേ? എന്തോ? ജോബിയുടെ പെണ്ണ് എങ്ങനെ ഉണ്ട്? ജോബിയുടെ പെണ്ണ് നല്ല പെണ്ണാ. സൂപ്പറാണോ? സൂപ്പറാണ്. അപ്പൊ ഞാൻ ജോബിയുടെ അടുത്ത് കുറച്ച് കാര്യം പറയണം. പിന്നെ ഞാൻ കാര്യം പറയാം. കാര്യം പറയുന്ന കൊള്ളാം. നിങ്ങൾ പല വീടുകളിലും കാണിക്കുന്ന തെമ്മാടിത്തര എന്റെ വീട്ടിൽ വന്ന് കാണിക്കരുത്. അപ്പൊ ജോബിയുടെ അടുത്ത് പറയുന്നില്ല, അവളുടെ അടുത്ത് പറയാം. നിങ്ങൾ പറഞ്ഞോ, ഞാൻ പറഞ്ഞേക്കാം. ജോബിയുടെ കുറെ കുറ്റം കൂടെ അന്ന് നടന്ന ഞാൻ ഇല്ല അങ്ങനെയൊന്നും പറയുന്നില്ല. അത്രയൊന്നും പറഞ്ഞു. ജോബി എന്ന് പറഞ്ഞാൽ കഴിപ്പണം കെട്ട ഒരുത്തനാണ്. ഞാൻ കഞ്ചാവ് വാങ്ങിച്ച് എന്റെ വന്ന് അടിച്ചിട്ട് പോയവനാ. പെണ്ണ് പിടിയൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. അയ്യോ അവൻ കണ്ട് എന്റെ കണ്ണിൽ കുരു വന്ന അവൻ കണ്ടല്ലേ നന്നായിട്ട് എന്നെ കണ്ടുപിടിച്ചവൻ. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നിങ്ങൾ പറയേണ്ട കാര്യമില്ല കേട്ടോ. എല്ലാവരും വന്ന സ്ഥിതിക്ക്
എന്റെ ഒരു പാട്ടോട് കൂടി റിസപ്ഷൻ തുടങ്ങാം. എന്താ മോനെ? എന്റെ ഒരു പാട്ടില് അതെ 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 അമ്മച്ചി ഒരു പാട്ട് പാടിക്കോട്ടെ. അമ്മച്ചി പാടുവോ? ആ. ഓ, എന്റെ അമ്മച്ചി പാടാൻ പറ്റി. ആദ്യം അമ്മച്ചി അല്ല ജോബി അങ്ങനെ പറയരുത്. പണ്ട് തൊട്ടേ മറിയാമ്മ നന്നായിട്ട് പാടിക്കൊണ്ടിരുന്ന മറിയാമ്മയുടെ കാര്യമൊക്കെ നാട്ടി പാട്ടാണ്. നല്ല പാട്ട്, നല്ല പാട്ടാണ് മറിയാമ്മ. ഞാനാ പറഞ്ഞ മറിയാമ്മ പാടണം. മറിയാമ്മ പാടണം. അമ്മച്ചി പണ്ട് പള്ളി പാടിയിട്ട് ആ സഭ വരെ പിരിച്ചുവിട്ടതാണ്. അമ്മച്ചി പാടിക്കോട്ടെ. പാടനെ പാടി പാടട്ടെ. നല്ലൊരു ദിവസമായിട്ട് ഞാനൊന്നും പറയണില്ല. പിന്നെ മറിയാമ്മ പാടണം. അധികം ഒച്ച വെക്കരുത്, പയ്യെ പാടി പെട്ടെന്ന് തീർത്തോളാം. മറിയാമ്മ പാടട്ടെ. കേട്ടല്ലോ? ആ. എവിടെ അവിടെയാണ് പാട്ട്. സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൽ പുളകമായ സ്നേഹദായക ശ്രീ യേശുദായക കാലത്തിൽ പാടണ്ട ആവശ്യമില്ലാതെ എന്നെ കൊണ്ട് പാടിപ്പിക്കണം. ഇങ്ങനെ നിർബന്ധിക്കേണ്ട കാര്യം എന്ത്? ഞാൻ പറഞ്ഞില്ലേ വേണ്ട വേണ്ടെന്ന്. അമ്മച്ചി കുട്ടിപ്പാപ്പനെ കാണുന്നില്ലല്ലോ. പറന്നു പോയാണ്ടോ? ഡാലിയ, വാ, വാ, വാ. വാ, 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 വാ. ഇതാരാടാ കുട്ടി? ഡാലിയെ നീ അവന്റെ അടുത്ത് ഇരിക്കേണ്ടതാണ്. ചേർന്നില്ല അവിടെ ജോബി വന്ന് ചേർന്നില്ല. പെണ്ണ് അവിടെ പോയി ഇരിക്കണടാ. ഞാൻ ചെന്നപ്പോ അവിടെ ചെന്നിരിക്കേണ്ട ഭാര്യ കല്ല ഭാര്യ ഇവിടെ ഉണ്ട്. നമുക്ക് ആരാന്ന് പറഞ്ഞാണ് നിന്റെ പെണ്ണുമ്പുള്ള ഡാലിയ. ഈ നാട്ടുകാരെ മുഴുവൻ കേട്ടാ ഞാനാരാണ്? ചാമിയ എവിടെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ആരെങ്കിലും വിളിച്ച സൂസി ഇങ്ങ് കേറി വന്നോണം കേട്ടോ. ഞാൻ പറഞ്ഞേക്കാം. ഇതാര്? സൂസിയാടി. ആ സൂസിയാണോ? സൂസി നമ്മുടെ തെക്കേതിലെ. പണ്ടേ എന്റെ മേലൊരു കണ്ണുണ്ട്. അതാണ് കൂടെ വിളിച്ചപ്പോ ഞാൻ വളയ്ക്കാൻ നോക്കിട്ട് നടക്കാത്തവളാണ്. തള്ളയിപ്പഴങ്ങാനും പോവുക. നിന്റെ തള്ളയില്ലേ ഇങ്ങനെയല്ലേ ഇരിക്കൂ? എന്ത് കഷ്ടമാണെന്ന് നോക്കി. എത്ര നേരം ഞങ്ങൾ രാവിലെ കല്യാണം കഴിഞ്ഞാണ്. ഇതുവരെ അവിടെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ പറ്റത്തില്ല. അറിയാവോ? ഒന്ന് ഷൈൻ ചെയ്യണ്ട. ഞാനൊന്നും ഇല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് അല്ലേ. ഒന്ന് ഇംപ്രസ് ചെയ്യടാ അവളെ. ഒന്ന് ഇംപ്രസ് ചെയ്യ. എന്ത് ആ തള്ളേ നീ കിളവനൊക്കെ ഒന്ന് ചെല്ലിവിടെ. നീ ഇംപ്രസ് ചെയ്യാൻ എന്തെങ്കിലും ചെയ്യടാ. ഇവിടെ ഒരു പെണ്ണിന് ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മൾ ധൈര്യശാലിയാണ് തെളിയിക്കണം. എന്റെ കിളവ ഒന്ന് പോയി അവിടെ. ഇവിടെ ഞാൻ പറയുന്നത് അവളുടെ മുമ്പ് നിനക്ക് ഇംപ്രസ് ചെയ്യാൻ നീ ധൈര്യശാലിയാണ് തെളിയിക്കണം. എങ്ങനെ തെളിയിക്കും അത്? ഉദാഹരണത്തിന് ഈ സ്റ്റാർ ഇപ്പൊ മേലിൽ കെട്ടാൻ ഇവിടെ ആരുമില്ല. നീ ധൈര്യസമേതം വന്ന് ഇതിന്റെ മോളിൽ കയറി സ്റ്റാർ കെട്ടുമ്പോ അവള് വിചാരിക്കും എന്റെ ചേട്ട എന്തൊരു ധൈര്യശാലി. എങ്ങനെയുണ്ട്? അങ്ങനെ ധൈര്യം കാണിക്കണം. എന്നാലും ഒരു പെണ്ണിന്റെ മനസ്സ് കീഴടക്കാൻ പറ്റൂ. ഓക്കെ, നിന്നെ ഞാൻ ഒന്ന് പൊക്കി വെച്ച് തരാം കേട്ടാ. നീ ഞാൻ പറഞ്ഞാൽ മതി. വേണ്ടേ പൈസ എന്താ ഇച്ചായ? 2 രൂപ നിന്റെ അച്ഛനോട്ട് ഓർറി. ജോബി, ഇതിന്റെ മണ്ടേ കയറി നീ സ്റ്റാർ കെട്ടി നിന്റെ ധൈര്യം കാണിക്കണം. അപ്പൊ അവർക്ക് നിന്റെ അടുത്തൊരു ഇംപ്രഷൻ തോന്നും. ഇതിന്റെ മേളിൽ കയറി സ്റ്റാർ കെട്ടി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ അവൾ നീ ധൈര്യശാലിയാണ്. ഷൈൻ ചെയ്യാല്ല. പിന്നെ ഷൈൻ ചെയ്യാം. ഒരു കാര്യം ഞാൻ ഒന്ന് കയറ്റി വെച്ച് തരാം. നീ വരണം കേട്ടോ. ഓക്കെ. അയ്യോ, ഇനി ഇതിന്റെ മണ്ടേ കയറി ഈ സ്റ്റാർ കെട്ടാൻ ധൈര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഓ, ഇതിന്റെ മണ്ടേ കയറി സ്റ്റാർ കെട്ടാൻ ഞാൻ മാത്രമേ ഉള്ള ധൈര്യമുള്ളത് നിനക്ക് അറിയാം. അറിഞ്ഞിരുന്നോണ്ടെന്തിനാ ചോദിക്കണത്? എന്റെ കല്യാണമല്ലേ, പിന്നെ നിന്നെ എങ്ങനെ വിളിക്കും? അതുകൊണ്ട് ഇതല്ല, ഇതിന്റെ മേളിൽ നമ്മൾ കയറും. 10 നില കെട്ടിടത്തിന്റെ മേളിൽ നിന്നൊക്കെ ഞാൻ ചാടിയിട്ടുണ്ട്. ഇതില് ഇച്ചായ കയറാൻ വേണ്ട ഇച്ചായ, നല്ല പൊക്കത്തിലാ അത്. വേണ്ട അല്ലേ കയറി സ്റ്റാറൊക്കെ ഇട്ടിട്ട് വരാം. വേണ്ട ഇച്ചായ, വരാണ്ടാലിയാ. എനിക്ക് പേടിയാ ഇച്ചായ. വേണ്ട. നാട്ടുകാർ വിളിക്കുന്ന സൂപ്പർമാൻ എന്നാണ്. വേണ്ട ഇച്ചായ. ഞാൻ പിടിച്ചോളാം. ഓ, പിടിക്കണ്ട. എനിക്ക് ആരുടെ സഹായം ആവശ്യമില്ല. മറിഞ്ഞു നല്ല ധൈര്യശാലിയാണ്. കറക്റ്റാ കിട്ടും. പിന്നെ അതൊക്കെ നമ്മൾ വിചാരിച്ചാലാ ഏറ്റവും ഉയരത്തെ കെട്ടെ. പിടിക്കണോ? ഏറ്റവും മുകളിൽ പിടിക്കണ്ടെന്ന്. നല്ല ധൈര്യം. ഒന്ന് പിടിച്ചോ ചെറുതായിട്ട്. ഇവിടെ തൂക്കാല്ലേ? ആ, അവിടെ തൂക്ക്. അയ്യോ ഇച്ചായ, അയ്യോ ഒന്ന് പിടിച്ചേ ഇച്ചായ. അയ്യോ ഇച്ചായ. ആരാടാ പട്ടി എറിഞ്ഞേ? ഞാൻ പോറ്റി വളർത്തിയ പട്ടി എറിഞ്ഞ ആരാടാ? അമ്മച്ചി പട്ടി എറിഞ്ഞല്ലേ ദാ കിടക്കുന്നു. അയ്യോ, ഇതെന്തോ ഈ കാണിക്കുന്നേ? ഞാൻ 10,000 വട്ടം പറഞ്ഞു ഞാൻ കയറി കെട്ടാന്ന്. ചാടി കയറിയേക്കാൻ അവളെ കാണിക്കാൻ വേണ്ടി. എവിടെ? എന്റെ ചെറുക്കന്റെ കിടപ്പ് കണ്ടോ? ഒട്ടകം കിടക്കുന്ന പോലാണല്ലോ എന്റെ ദൈവം. നീ വന്ന് കയറിയിലാടി എന്റെ ചെറുക്കൻ ഇങ്ങനായി പോയി. കുട്ടിപ്പാ
കുട്ടിപ്പാപ്പനെ വിളി, അയാളൊരു വൈദ്യനാ. എന്താ ഇങ്ങോട്ട് വന്നേ കുട്ടിപ്പാപ്പ. സ്റ്റാർ കെട്ടാൻ വേണ്ട ആ ട്രീയുടെ മണ്ണിൽ കയറി തലയിൽ കുത്തി കിടക്കും. ഒന്ന് നോക്കിക്കേ, നിങ്ങൾ വലിയ നാട്ടുവൈദ്യനാന്ന് പറഞ്ഞിട്ട്. എന്റെ ദൈവമേ. അങ്ങോട്ട് ദാ ഇത്. എവിടെയാടാ വീണത് നീ? വേണ്ട ഇവനാ. ഇതാണ് ഇവന്റെ നമ്മുടെ ചെറുക്കൻ. ആയിരം പാദസരങ്ങൾ നല്ലോണം പാടും. ഇതെന്തോ ഇത് ഗാനമേള ഇത്. ഞാൻ നോക്കട്ടെ. എടേ ജോബി വീണല്ലേ നോക്കട്ടെ. അനങ്ങാത്ത കടേടാറ്റി ഇവിടെ വേനയുണ്ടാടാ ഇവിടെ. ആ സംഭവം പ്രശ്നമായി ഏട്ടാ. പറയാമേ സുഷുമ്ന നാടി കെട്ടുമണങ്ങി കിടക്കണം. ദൈവമേ, എന്റെ ദൈവമേ. ആ ഷേർവാണിയുടെ വള്ളിയിൽ നിന്ന് വിട്. ഞാനേ കാലിന് ചെറിയ പ്രശ്നമുണ്ട് കേട്ടാ. ഒന്ന് തടവി ശരിയാക്കി കൃത്യമായിട്ട് പിടിച്ചു കിടാൻ പറ്റും. എന്റെ ഒരു പാരം നോക്കട്ടേടാ. വിളിക്കാതടേ. തരിപ്പുണ്ടാടാ. ഉണ്ടായിട്ട് എന്ത് കാര്യം പോയില്ലേ? എന്റെ 19 വർഷത്തെ പാരമ്പര്യം വെച്ച് പറയാം, ഇതൊരു 3-3.5 വർഷം എണ്ണത്തോണി കിടക്കേണ്ടി വരും. എന്റെ ഒരു കൃത്യമായിട്ടുള്ള കാൽക്കുലേഷൻ ആണ്. 3-3.5 വർഷം എണ്ണത്തോണി കിടക്കേണ്ടി വരും. ശരീരം ഒന്നും അനങ്ങൂല. എത്ര വർഷമാ? 3-3.5 വർഷം. അപ്പൊ ശരീരം ഒന്നും ഇനി അനങ്ങൂലേ? ഒന്നും അനങ്ങൂല. അയ്യോ, ഞാനിനി എന്ത് ചെയ്യും? എന്റെ ജീവിതം ഈ കിടക്കുന്ന നോബി നക്കിയല്ല ദൈവമേ. ഞാൻ പോവാ. അയ്യോ ചെറുക്കന്റെ ജീവിതം. എന്റെ ചെറുക്കൻ എത്ര വർഷം കിടക്കാൻ പറ്റും? 3-3.5 വർഷം തന്നെ. എത്ര വർഷം പറഞ്ഞോടി? അവൻ അനങ്ങത്തില്ലേ? ഇനി അനങ്ങത്തില്ല. ഞാൻ പറഞ്ഞില്ലേ? എന്റെ ദൈവം വല്ല ആശുപത്രി കൊണ്ടുപോയാലോ? ആശുപത്രി കൊണ്ടുപോയിട്ട് അവര് ഇതിനെ പറയും 3-3 വർഷം കിടക്കാൻ തന്നെ അവര് ഇനി പറയും. ഒരു രക്ഷയില്ലേ? ഇല്ല. എന്റെ ദൈവമേ, എന്താ ചെയ്യാ? അറിയാമോ എന്തോ ഒരു വെട്ടം വിളിച്ചത് ആരടി ഇങ്ങോട്ട് വരുന്നത്? ആരാ വരുന്നത്? ആരാണ്ടൊക്കെ വരുന്ന ആ പെണ്ണങ്ങോട്ട് ഓടിപ്പോയി. കല്യാണമായിട്ട് ഓരോരുത്തർ അടിച്ച് ഫിറ്റായിട്ട് കിടക്കുന്നു. കഷ്ടം. കല്യാണ ദിവസം. എന്തായാലും ഒരുപാട് സന്തോഷം. താങ്കളുടെ കല്യാണമായിരുന്നു അല്ലേ? ഇത്രയും പ്രായം കഴിച്ചിട്ട് ഇതെങ്ങനെ കല്യാണം കഴിച്ചത്? അല്ല, ഞാൻ ഫിലിം ആക്ടർ സുരാജ് എന്നെ ഈ കല്യാണത്തിന് ഇതിന്റെ ആർട്ട് ഡയറക്ടർ വരുമെന്ന് ഞാൻ ഇങ്ങനെ കേട്ടായിരുന്നു. സംഭവം വേറൊന്നുമല്ല. പെണ്ണെവിടെ? ഞാൻ കല്യാണം കഴിച്ചതല്ല. പിന്നെ കല്യാണം കഴിച്ചാൽ നോടക്കണം. ഇത് ക്രിസ്മസ് ട്രീ അലങ്കരിക്കാൻ കയറിയതാ. അവിടുന്ന് ഫുള്ളെല്ലാം കൂടെ താഴെ വീണ് അടക്കണം. ഉള്ള നക്ഷത്രമല്ല എവന്റെ തലേന്ന് ഇപ്പൊ പോയി. മറിയാമോ, മറിയാമോ, ഒരു നിമിഷം. അതെ, മറിയാമോന്ന്. ഇനി ഇത് എവിടെ ഇട്ട് മറിയാം? ആള് നന്നായിട്ട് മറിഞ്ഞു കിടക്കുക. അതല്ല, അവളെ വിളിച്ചത് മറിയാമോ. വേണ്ട, ഒരു ചെറുക്കം കൊണ്ട് തന്നത് ഒരു എഴുത്ത്. ഇതാരാ? അയ്യോ സുരാജോ മോനെ. ഇതെന്തോ ഈ പെണ്ണെവിടെ? പെണ്ണ് താണ്ട് അങ്ങോട്ട് ഓടുന്ന കണ്ടു മോനെ. അപ്പൊ ഒരു ചെറുക്കം കൊണ്ട് എന്റെ കൊണ്ട് തന്നതാ. ഇത് ലെറ്റർ ആണല്ലോ, ഞാൻ വായിക്കാം. എന്തായാലും സ്നേഹം നിറഞ്ഞ ജോബി ചേട്ടൻ അറിയുന്നതിന് കാത്തിരുന്നാണ് എനിക്കൊരു വിവാഹം നടന്നത്. കിട്ടിയതോ നിങ്ങളെപ്പോലൊരു മന്ദബുദ്ധിയെയും. ആരെ? ഇവനെ എന്റെ മോനെ കുറിച്ച് പെട്ടെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. ഒരു സ്റ്റാർ കെട്ടിത്തൂക്കാൻ പോലും അറിയാത്ത നിങ്ങളുമായി ജീവിക്കുന്നത് എങ്ങനെ? പോയിന്റ്. അതിനാൽ ക്രിസ്മസ് ട്രീ അലങ്കരിച്ച റെജിച്ചേട്ടനോടൊപ്പം ഞാൻ എന്റെ ജീവിതം അലങ്കരിക്കാനായി പോകുന്നു എന്ന് ഡാലിയ. ഹാപ്പി ക്രിസ്മസ്. റെജിയല്ലേ ഇവിടുത്തെ ആർട്ട് ഡയറക്ടർ? അപ്പൊ ആളുമായിട്ട് ഒളിച്ചോടി പോയോ? കഷ്ടം. ഇത്രയും നല്ലൊരു സൽസ്വഭാവിയായ ഒരു കിടിലാണത്തുള്ള ഒരുത്തനെയും വിട്ടിട്ട് ആ സ്ത്രീ ഇത് എങ്ങോട്ട് ഓടിപ്പോയതാ? എന്താ കുട്ടിയുടെ പേര്? ഡാലിയ. അതൊരു പൂവാണ്. അതെ, ഡാലിയ പൂവാണ്. പ്രശ്നമാണ്. എന്ത് പ്രശ്നം? ഈ ഡാലിയ പൂ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ ഒരുത്തന്റെ തലയിലിരിക്കും, നാളെ വേറൊരുത്തന്റെ തലയിൽ. പിന്നെ അങ്ങനെ ആള് മാറി പിന്നെ അത് എവിടെയെങ്കിലും വീണ് വാടിക്കോളും. എന്തായാലും ഇയാള് രക്ഷപ്പെട്ട്. എന്റെ പൊന്നു മോനെ, ഡാലിയ വേണം. ഇനി ഡാലിയ വേണോന്ന്? എനിക്ക് ഡാലിയ വേണം. എന്റെ പൊന്നു മോനെ, വാടിയ പൂ ചൂടിയാലും ഈ ചൂടിയ പൂ ഒന്നും ചൂടരുതടാ. കറക്റ്റ്. അങ്ങനെ 3 പേരും വീണ്ടും എത്തിയിരിക്കുകയാണ്. എസ്തറിന്റെ മറ്റു വിശേഷങ്ങൾ പറയൂ. എത്ര സിനിമയിൽ അഭിനയിച്ചു ഇതിനകം? ഒരു 20 ഫിലിമിൽ അഭിനയിച്ചു. 20 സിനിമ. ഏതിലാ പഠിക്കണേ? 9th പഠിക്കുന്നു. പക്ഷെ കണ്ടാ പറയില്ലോട്ടോ, ഇത് 9th ആയോ? ഇത് കള്ളം പറയരുത്. ഇവർ രണ്ടുപേരും 6th കേട്ടോ. എസ്തറാണ് അപ്പൊ സീനിയർ. കണ്ടു കഴിഞ്ഞാൽ കൂട്ടത്തില് ജൂനിയർ ആന്ന് പറയുള്ളൂ. ഞാൻ 9th കണ്ടോ? അതാണ്. അനിക ഒട്ടുമിക്ക താരങ്ങളോടൊപ്പം ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട
ആളാരാ ഇതില്? എനിക്ക് കുറച്ച് കൂടുതൽ അജിത് സാറിനെ ഇഷ്ടം. ആരെ? അജിത് സാറിനെ. ആ അതാ ശ്രദ്ധിച്ചോ, മലയാളത്തിലുള്ള ആരെയല്ല അജിത് സാറിനെയാണ് ഇഷ്ടം. ഇവള് മലയാളത്തിലൊന്നുമല്ല, തമിഴ്, തെലുങ്ക്, ഹിന്ദി അങ്ങനെ തെന്നിന്ത്യയിൽ പോയി അടിച്ച് പൊളിക്കാൻ പോവുകയാണ് അല്ലേ? അവിടെയൊക്കെ വലിയ വലിയ സ്റ്റാർ ആവുമ്പോഴേ ഭയങ്കര കാര്യം വെച്ചാൽ 10-15 പിന്നെ ഈ ബൗൺസേഴ്സിനെയൊക്കെ കൊണ്ടു നടക്കുന്ന ഭയങ്കര ഒരു താരമാവുമ്പോൾ ഞാൻ ഓട്ടോഗ്രാഫോ ഇല്ലെങ്കിൽ ഞാനൊന്ന് കാണാനൊക്കെ വരുമ്പോൾ എന്നെ മൈൻഡ് ചെയ്യും. ആദ്യമൊക്കെ വിളിച്ചറിയിച്ചിട്ട് വന്നാൽ ചിലപ്പോ നേരത്തെ തന്നെ അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ സംസാരിക്കാം. സമയം ഉണ്ടാവില്ല, ഫുൾ ബിസി ആയിരിക്കും. ബിസി ആവട്ടെ, എല്ലാവിധ ഭാവുകങ്ങളും. ഇനി ജുബ്രുവിന്റെ ഒരു പാട്ട് കേൾക്കാം. ഏത് പാട്ടാ? മങ്കിപ്പല്ല. ഓക്കെ. ബാല്യത്തിൽ നാം കണ്ട ഓമൽ കിനാവിനേറി പാഞ്ഞു പോയിടാ, ചൈൽഡ്ഹുഡിൽ മിസ് ചെയ്ത ഡ്രീംസിന്റെ വിങ്സിലേറി സ്കൂട്ടായിടാ, പാറിപ്പറക്കുന്ന മേവൽ കിളികളായി മേഘത്തിൽ ഉയലാടിടാ, ചൈൽ പറക്കുന്ന ഫ്രീക്കി ബേഡ്സുമായി ക്ലൗഡ്സിൽ സ്കേറ്റായിടാ, ബാല്യത്തിൽ നാം കണ്ട ഓമൽ കിനാവിനേറി പാഞ്ഞു പോയിടാ, ചൈൽഡ്ഹുഡിൽ മിസ് ചെയ്ത ഡ്രീംസിന്റെ വിങ്സിലേറി സ്കൂട്ടായിടാ. വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ. 10,000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുകയാണ്. പാട്ട് പാടുമല്ലോ. നേരത്തെ ഒരു 2 പരിപാടി, ഒരു ഇംഗ്ലീഷ് പാട്ട് ആയാലോ? We were both young when I first saw you. I close my eyes and the flashback starts. I'm standing there in a balcony, summer air. See the light, see the party, the ball gang. See you make your way through the crowd. I say hello. Little did I know, 'cause you, Romeo, you were throwing pebbles, and my daddy said, stay away from Julia. And I was crying on the staircase, begging you, please don't go. And I said, Romeo, save me, somewhere we can be alone. I keep waiting so that you can come again. I'll be your princess, you'll be the princess. It's a love story, baby, just say yes. സൂപ്പർ സൂപ്പർ, അടിപൊളി, നല്ല അർത്ഥവത്തായിട്ടുള്ള വരി. അങ്കിൾക്ക് എന്താ അർത്ഥം അറിയോ? എന്താ അർത്ഥം അറിയോ ഈ ഇതിന്റെ പാട്ടിന്റെ? പാടാൻ പറയേണ്ടേയിരുന്നു. ഇരുന്നിരുന്ന് ചോദിച്ചേട്ടാ, ഒരു വലിയ ഇംഗ്ലീഷ് പാട്ടും പാടിയിട്ട് ഇതിന്റെ അർത്ഥം അറിയാവുന്നു. മോളെ പേര് അനിക്കയെന്നല്ലേ? അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞേ. അത് ദുർഗാദേവിന്റെ ഒരു അതിനുണ്ട്. രക്ഷപ്പെടാന്ന് വിചാരിച്ചപ്പോ അതും സമ്മതിക്കില്ല. പെട്ടെന്ന് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. മോളൊരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണെങ്കിൽ എന്താണ് ആദ്യം ചെയ്യുന്നത്? ഞാൻ എല്ലാ സ്കൂളോട് പൂട്ടും. സ്കൂളൊക്കെ പൂട്ടും, കണ്ടാ പോവാൻ വയ്യ അവർക്ക്. മോനാണെങ്കിലോ? ആണെങ്കിൽ ഇപ്പോ ശനി ഞായർ അവധി ഇല്ല, അപ്പോ ശനി ഞായർ അവധി മൊത്തം ഇതാക്കിയിട്ട് ശനി ഞായറും സ്കൂളുണ്ടെങ്കിലും എല്ലാ ടീച്ചറൊക്കെ നല്ല സിനിമ എക്സാമിന് വരെ സിനിമ ഒക്കെ കണ്ടു എന്താണ് എപ്പോഴെങ്കിലും ലീവ് വന്ന എന്താണ് ലീവിന് ഇതാവണ ടീച്ചേഴ്സ്. ബാക്കി എല്ലാ ദിവസവും ഹോളിഡേ. ശനി ഞായർ മാത്രം വർക്കിംഗ് ഡേ, ബാക്കി എല്ലാ ദിവസവും ഹോളിഡേ. അത് കൊള്ളാലടാ. മോളാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായാൽ എന്ത് ചെയ്യും? ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല. ഞാൻ സ്കൂളിൽ നിന്ന് പൂട്ടിക്കില്ല, കാരണം ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയാണല്ലോ, പോണ്ടല്ലോ. ബാക്കിയുള്ള പഠിക്കട്ടെ, അതെ, സ്കൂള് പൂട്ടില്ല, ശനി ഞായർ വരെ ഓപ്പൺ ആക്കും അല്ലേ? ശനി ഞായറല്ല, ഒരു വീക്ക് ഫുള്ള് ക്ലാസ് വെക്കും. വിദ്യാഭ്യാസ മന്ത്രി ആയല്ലോ, സ്കൂളിൽ പോകണ്ടല്ലോ. കൂട്ടം കൂടി വന്ന് സമരം ചെയ്യും. അശ്വതി റൗണ്ടാണ്. അപ്പൊ കുസൃതി ചോദ്യങ്ങളൊക്കെ ആയിരിക്കും. കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് അറിയാലോ, പഠിച്ചോണ്ട് വന്നേക്കാ കള്ളികൾ. റെഡി? ഇന്നേ വരെ ഈ ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് ഇത്രയും ടെൻഷൻ ഉണ്ടായിട്ടില്ല. 3 കുഞ്ഞു പുലികളാണ് നിൽക്കുന്നത്, അതുകൊണ്ട് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഞാൻ ആദ്യം തന്നെ പരാജയം സംഭവിച്ചുകൊണ്ടാണ് ചോദിക്കാൻ പോകുന്നത്. ഇതെല്ലാം ഉണ്ടല്ലോ നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റ്സും ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ എല്ലാ ആൻസറും നമ്മുടെ ഈ ആൽഫബറ്റ്സിനകത്തുണ്ട്, അതിനകത്തുള്ളതാണ് എല്ലാ ആൻസേഴ്സും. അപ്പൊ അങ്ങനെ ആലോചിച്ചിട്ട് ഉത്തരം പറഞ്ഞാൽ മതി. ഏറ്റവും തണുപ്പുള്ള ഇംഗ്ലീഷ് അക്ഷരം. അയ്യോ, ഏറ്റവും തണുപ്പുള്ള ഏറ്റവും തണുപ്പുള്ള സി ആണോ? സി ആണോ?
എങ്ങനെ സി വരും? എസ് ആണോ? ബി ആണോ? ഏയ് അല്ല ബി ഒന്നും അല്ല. ഒരു ക്ലൂ വേണമെങ്കിൽ തരാം. ഒരു ക്ലൂ തരാം. എയ്ക്കും ഇക്കും ഇടയിലുള്ള ഒരു ലെറ്റർ ആണ്. എ ആണോ? എ ആണോ? അടുത്തടുത്ത് വരുന്നുണ്ട്. എ അല്ല. ബി 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 കാരണം എന്റെയും സിന്റെയും നടുക്കാൻ വരുന്നത്. എസിയുടെ നടുക്ക് വരുന്നതുകൊണ്ട് ബി ആണ് ഏറ്റവും തണുത്തിരിക്കുന്ന അക്ഷരം. യെസ് എയുടെയും സിയുടെയും നടുക്ക്. ഓക്കെ, എത്രാം ക്ലാസ്സാ? 9th. ഇപ്പൊ ടെക്നിക്ക് പിടികിട്ടിയില്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ എല്ലാം. ഓക്കെ, കുടിക്കാൻ കഴിയുന്ന ഒരു ഇംഗ്ലീഷ് അക്ഷരം. കുടിക്കാൻ കഴിയുന്ന ഒരു ഇംഗ്ലീഷ് അക്ഷരം. നമ്മൾ എന്തൊക്കെയാ കുടിക്കാറുള്ളതെന്നൊക്കെ ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ കിട്ടും. ടി സ്കൂളിന് മാതൃകാ കുട്ടിയാവും അല്ലേ? ഓക്കെ, അപ്പൊ ഒന്ന് മത്സരിച്ചോണം കേട്ടോ. അടുത്തത് കയറി പിടിച്ചോണം. ആരോഗ്യത്തിന് ഹാനികരമായ 2 ഇംഗ്ലീഷ് അക്ഷരം. ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യത്തിന് ഹാനികരമാവും. ഞാൻ ആലോചിച്ചോക്കെ എന്തൊക്കെയാണ് ആരോഗ്യത്തിന് ഹാനികരം. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എഴുതി കാണിക്കാറുണ്ട്. അപ്പൊ അതിന്റെ ചില പേരുകളൊക്കെ ആവാം. ആരോഗ്യത്തിന് ഹാനികരമായ 2 വീഡിയാണോ? ശരി, പെൺകുട്ടികളെ വിളിക്കുന്ന ഒരു ഇംഗ്ലീഷ് അക്ഷരം. ഇതിൽ പറയും. അത് എളുപ്പമായിരുന്നു അല്ലേ? കുറച്ചും കൂടെ കട്ടുള്ളത് തരാം കേട്ടോ. ബഹുമാന സൂചകമായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇംഗ്ലീഷ് അക്ഷരം. ഓഡിയൻസ് പറഞ്ഞു കേട്ടോ. നമ്മള് ചില ആളുകളുടെ പേര് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കൂടെ ജി ചേർത്ത് പറയാറില്ലേ? ഇനി ഇതും എളുപ്പമുള്ളതാണ് കേട്ടോ. കത്തുകളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന 2 ഇംഗ്ലീഷ് അക്ഷരം. കത്തില്ലേ ലെറ്റേഴ്സ്, ഏറ്റവും കൂടുതൽ കാണുന്ന 2 ഇംഗ്ലീഷ് അക്ഷരം. അപ്പൊ കൊറേ അക്ഷരമായില്ലേ? ഏറ്റവും കൂടുതൽ കാണുന്ന 2 അക്ഷരങ്ങൾ. ഞാൻ ഉത്തരം പറയട്ടെ. PO. അതില്ലാണ്ട് എഴുത്തൊന്നും പോകാറില്ലല്ലോ. PO. അപ്പം അതാണ് ലെറ്റേഴ്സിൽ ഏറ്റവും കൂടുതൽ കാണുന്ന 2 ഇംഗ്ലീഷ് അക്ഷരം. ഇനി ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇത് എന്തായാലും പറയാൻ പറ്റും കേട്ടോ. ഒറ്റ അക്ഷരം കൊണ്ട് പറയാൻ പറ്റുന്ന ഒരു ജീവി. ഒറ്റ അക്ഷരം കൊണ്ട് നമുക്ക് ഈ ജീവിയുടെ പേര് പറയാൻ പറ്റും. ഒറ്റ അക്ഷരം. രണ്ടുപേർക്ക് ഞാൻ പോയിന്റ് തന്നിരിക്കുന്നു. ഇത് ദൈവമേ, ഇത് നിങ്ങൾ എന്തായാലും പറയും. അത് ഇവൻ തന്നെ പറയാനാണ് സാധ്യത. ബീവറേജസിന് മുമ്പിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഇംഗ്ലീഷ് അക്ഷരം. എങ്ങനെയാണ് വയനാട് ചുരങ്ങളിലൊക്കെ ഇതുണ്ടോ? നിരോധിച്ചല്ലേ? ഇവിടെ വരുമ്പോഴാണ് കാണുന്നത്. ശരി, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ABCD നമ്മുടെ ഈ ആൽഫബറ്റ്സ് ഉണ്ടല്ലോ, ഇത് എപ്പോഴും തെറ്റിച്ചെഴുതുന്ന ഒരു സ്ഥലം. തെറ്റിച്ചെഴുതുന്ന ഒരു സ്ഥലം. അനിക്ക പറയാൻ വന്നു. കീബോർഡ്. നമ്മുടെ എന്തിന്റെ കീബോർഡ് എടുത്തു കഴിഞ്ഞാലും നമ്മുടെ ABCD ഓർഡറിലല്ലോ, പലയിടത്തായിട്ടല്ലേ കൊണ്ടിട്ടിരിക്കുന്നത്. എപ്പോഴും ആലോചിക്കാറുണ്ട് അതിന്റെ വല്ല ആവശ്യമുണ്ടോ അല്ലേ? ഇങ്ങനെ കണ്ടുപിടിക്കണം A കഴിഞ്ഞിട്ട് ബാക്കി B എവിടെയാണെന്ന്. അപ്പൊ ഓർഡറിലല്ലാതെ എഴുതുന്ന ഒരു സ്ഥലം കീബോർഡ്സ് ആണ്. അപ്പൊ ഇവർ നല്ല ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. ഒരെണ്ണത്തിനാണ് ഓഡിയൻസ് സഹായം ചോദിച്ചോളൂ. ബാക്കിയെല്ലാം അവര് തന്നെ അടിപൊളി അടിപൊളി. അതുകൊണ്ട് അല്ല, ഇനി ഈ കുട്ടികൾ തന്നെ കുറെ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. അത് അശ്വതി പറയണമെന്ന് അവര് വന്നുടനെ പറയാം. ശരി, മോൻ തുടങ്ങിക്കോ. ആദ്യത്തെ റെഡി. എന്നോട് ചോദിക്കാൻ പോവാണോ? കുസൃതി ചോദ്യമാണോ? സുരാജ് അങ്കിളാണ് ബെസ്റ്റ്. ഞാനത് എത്ര കാലമായി വെച്ച് നിർത്തിയിട്ട് ടങ് ട്വിസ്റ്റർ ഒക്കെ ഞാനേ മറന്നുപോയി. അത് കുഴപ്പമില്ല, ഓർമ്മിപ്പിക്കാം. രണ്ടാമത്തെ ശരി മറന്നുപോയല്ലേ? ബട്ടറും കൂട്ടി മറ്റേ ഇത് കിട്ടിയിരുന്ന നന്നായിട്ട് വെട്ടി വിഴുങ്ങിക്കൊണ്ട് പോകാറുന്നെന്നാണ് അവള് ആലോചിക്കുന്നത്. ശരി ശരി, അപ്പൊ എല്ലാവരും വീണ്ടും കൈയടിച്ചിട്ട് ഇല്ല ഇത് അങ്ങോട്ട് പറഞ്ഞിട്ട് പോയാൽ മതി. എന്തെങ്കിലും കേട്ടോ? She bought some butter and the butter was bitter, so she bought some more butter to make the butter better.
ബിറ്റർ ബട്ടർ ബെറ്റർ ബിറ്റി അല്ലേ? ബിറ്റി bought some butter and the butter was bitter. ഹലോ So she bought ഇത് some സ്പീഡിൽ പറയേണ്ട അല്ല ആദ്യം പറഞ്ഞ് പഠിക്കണ്ടേ? So Bitty bought more butter. So ഈ Bitty പ്രോഗ്രാം bought ഒരു more മണിക്കൂറേ butter. ഉള്ളൂ. ഇത് കുറെ നേരമായത് ചേട്ടാ ഞാൻ അത് ആദ്യമായിട്ടല്ലേ കേൾക്കുന്നേ. സ്പീഡിൽ പിന്നെ The Bitty bought some butter. The butter ഞാൻ was ഇവര് പഠിച്ച bitter. സ്കൂളിലല്ലല്ലോ പഠിച്ചത്. അതിന്റെ കുറവുണ്ട്. റെഡി? ഇനി അടുത്ത ചോദിച്ച മോനെ. എന്നാ അടുത്ത ചോദിക്കാം. ആ. സുരേഷ് ഞങ്ങളോട് ചോദിക്കാം. She sells seashells in the seashore. She sells Seashells in the seashore. on the seashore. Correct. Correct. She sells on the She sells seashells on the seashore. പറഞ്ഞില്ലല്ലോ. താങ്ക് യു. അപ്പൊ ഇനി അടുത്ത അസംബ്ലി പരിപാടിയിലേക്ക് പിരിച്ചുവിട്ടിരിക്കുന്നു. മനോഹരമായിട്ട് നിങ്ങൾ Perform ചെയ്തു. 3 പേരും അടിപൊളി. പെർഫോം ചെയ്തു കേട്ടോ. വളരെ സന്തോഷം. നല്ല ഒരു കയ്യടി കൊടുത്തേ. അത് ശരി, എല്ലാം കൂടി ഇവിടെ വന്ന് നിൽക്കുകയാണ് ഇല്ലയോ? സംഗീതം പഠിപ്പിക്കാൻ എല്ലാരും അല്ല ഹലോ, നിങ്ങളാരാ? നിങ്ങളാരാ? മാഷേ മാഷേ നല്ല പേരാണല്ലോ. മാഷേ അതെന്താ അങ്ങനെ? അതല്ല, ഞാൻ ഇവരുടെ മാഷാണ്, മാഷേ എന്നാണ് പറഞ്ഞത്. ഓ അങ്ങനെ. എന്ത് മാഷാണ്? സംഗീതം പഠിപ്പിക്കുന്നു ഞാൻ ഇവരെ. ആണോ? ആ. കാറൽ മാക്സ്. ദൈവമേ, അയ്യോ വിപ്ലവ. കാറൽ മാക്സ് ആണ് ഇവൻ നിൽക്കുന്നത്. പിന്നെ കാറൽ മാക്സ് ആരാ പറഞ്ഞത്? ഇവൻ കാറൽ മാഷെന്ന്. ഈ മെനകൃതികളെയൊക്കെ സംഗീതം പഠിപ്പിക്കുന്ന എന്നെ വേണോ ചവിട്ടാൻ? അത് തീർച്ചയായിട്ടും ഒരു ഗുരുവിനെ വിളിച്ച കേട്ടോ, കാറൽ മാഷെന്ന്. അതെന്തിനാ അങ്ങനെ വിളിക്കുന്നത്? സംഗീതത്തിൽ ഹമ്മിങ് ഉണ്ടല്ലോ, ഞാൻ ഇവരെ ചില ഹമ്മിങ്ങുകൾ പഠിപ്പിക്കും. ഇവര് പറയുന്നത് അത് ഹമ്മിങ് അല്ല, കാറലാണെന്നാണ് പറയുന്നത്. ഇത് സ്കൂളിൽ ഇവരുടെ സ്കൂളിലൊക്കെ ചെന്ന് പറഞ്ഞേക്കുന്നത് എന്റെ ഇരട്ടപ്പേര് കാറൽ മാഷെന്ന്. കാറൽ മാഷ്. എന്ത് സംഗീതമാണ് പഠിപ്പിക്കുന്നത്? ഞാൻ ഇവരെ മെയിനായിട്ട് പഠിപ്പിക്കുന്നത് സാപ്രിയ സംഗീതമാണ്. എന്താ സാപ്രിയ സംഗീതം? സാപ്രിയ സംഗീതം വീട് തിരുവഞ്ചൂര് ഭാഗത്തെങ്ങാനും ആണോ? എങ്ങനെ മനസ്സിലായി? അല്ല, ഇതുപോലെ തെറ്റിയ ഒരാളിനെ എനിക്ക് പരിചയമുണ്ട്. സംഗീതം ഔഷധമാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. സംഗീതം ഔഷധമാണ്. സംഗീതം കൊണ്ട് പല രോഗങ്ങൾ നമ്മൾ മാറ്റുന്നില്ലേ? നമ്മള് ചില സിനിമയിലൊക്കെ കണ്ടിട്ട് ഇപ്പൊ സർഗത്തിൽ തന്നെ നായിക എഴുന്നേറ്റ് നടക്കുന്ന ആ ഒരു പാട്ട് കേട്ട് കഴിയുമ്പോഴേക്കും ഇങ്ങനെ അനക്കം ഉണ്ടാവും. അതുപോലെ നായിക അതുപോലെ നടക്കുന്നുണ്ട്. ചന്ദ്രലേഖ സിനിമയില് ലാലേട്ടൻ ആ പാട്ട് പാടി കഴിയുമ്പോഴേക്കാണ് നായിക പതുക്കെ പിടിച്ച് എഴുന്നേറ്റ് നടന്നിങ്ങനെ വരുന്നത്. അപ്പൊ അതുപോലെ എന്തെങ്കിലും താങ്കളുടെ മറക്കാനകത്ത് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടോന്ന്? ഇതൊക്കെ ഒരാളെ അല്ലേ മോഹൻലാൽ പാടി ഉണർത്തിയത്? ഒരാളെ അല്ലേ എണീപ്പിച്ചിട്ടുള്ളൂ? അതെ. സർഗത്തിൽ എത്ര പേരെ ഉണർത്തി? ഒരാളെ അല്ലേ എണീപ്പിച്ചിട്ടുള്ളൂ? എന്റെ പാട്ട് കഴിയുന്നതും സദസ്സിലുള്ള മുഴുവൻ എണ്ണത്തിനെ ഞാൻ എണീപ്പിക്കുന്നു. ആണോ? എന്നിട്ട് കുറച്ചുപേര് തെറി വിളിച്ചോണ്ട് വീട്ടിലോട്ട് അങ്ങ് പോകും. കുറച്ചുപേര് നേരെ കയറി ഇഞ്ഞ് വരും സ്റ്റേജിലോട്ട്. നേരെ ഇഞ്ഞ് കയറി വന്നിട്ട് എന്നെ അങ്ങ് പൊക്കി ഉയർത്തി അങ്ങ് പിടിക്കും. അനുമോദിക്കാനാണോ? ചോദിക്കുമ്പോ അവരുടെ നാട്ടിലൊക്കെ അങ്ങനാന്നാ പറയുന്നത്. അരമണിക്കൂർ മേളിൽ നിർത്തി അവർ അനുമോദിക്കും. പഠിച്ച അടവ് ഞാൻ 18 പ്രയോഗിച്ചാലും താഴെ ഇവരെ നിർത്തത്തില്ല. മാഷ് മറ്റേ കരോൾ പാട്ട് മറ്റേ എല്ലാവരും ഞെട്ടിച്ച ഒന്നുമല്ല, ഞാൻ ഈ എല്ലാ ക്രിസ്മസ് അടുക്കുമ്പോഴും ഞാൻ തന്നെ ഈണമിട്ട കരോൾ ഗാനങ്ങൾ ഇറക്കാറുണ്ട്. അത് ശരി. ഇപ്പൊ ഏതാ പാടാൻ പോകുന്ന? ഞാനിപ്പോ ഒരു ഗാനം ആലപിക്കാം. ക്രിസ്മസ് ആയതുകൊണ്ടാണ്. ഓക്കെ. ക്രിസ്മസ് എന്നാൽ എന്താണു പെണ്ണേ, അത് ചാറ് തൂക്കണ ടൈമാണ് കണ്ണേ. ക്രിസ്മസ് എന്നാൽ എന്താണു പെണ്ണേ, അത് ചാറ് തൂക്കുന്ന ടൈമാണ് കണ്ണേ. പല വീടുകൾ കയറി നിറങ്ങിയിടാം, കരോൾ പാട്ടുകൾ പാടി നടന്നിടാം. ചാടിക്കുത്തി മറിഞ്ഞ് വീടിന്റെ മുറ്റത്ത് ചെന്നാലോ, വീട്ടാനുണന്നിട്ട് കണ്ണും തീരും വീട്ടിൽ കയ്യിൽ നിരന്തുന്ന 10 നോട്ടല്ല പെണ്ണേ. പാട്ട് കേട്ടോ. ഇത് താങ്കൾ തന്നെ ട്യൂൺ ചെയ്ത് ഞാൻ തന്നെ എഴുതി, ഞാൻ തന്നെ ട്യൂൺ ചെയ്തതാണ്. അതാണ് അതിനകത്തിലെ ഒരു സംഗീതം, അതാണ് എടുത്തു പറയേണ്ടത്. എങ്ങനെയുണ്ട്? കൊള്ളാം, മനോഹരമായിട്ടുണ്ട്. ഇനി വേറെ ഏതെങ്കിലും? വേറെ പാട്ടുണ്ടല്ലോ, ഇഷ്ടം പോലെ എഴുതി വെച്ചേക്കല്ലേ. ആണല്ലേ? വേറെ ഇതുവരെ വരാത്ത ട്യൂണില് ഒരു പാട്ട് പാടി. ഒന്നുകൂടെ നമുക്ക് ഇതുവരെ വരാത്ത ട്യൂൺ. ഓക്കെ. ബേത്ലഹേം പുഴയുടെ തീരത്ത് പുൽക്കൂട്ടിനുള്ളിൽ നിന്നായി തന്നണം പാടിക്കൊണ്ട് യേശു പിറന്നല്ലോ. എങ്ങനുണ്ട്?
കൊള്ളാം 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 മനോഹരമായിട്ടുണ്ട്, അസലായിട്ടുണ്ട്. എന്തായാലും ഈ ക്രിസ്മസ് കരകളായിട്ട് നിങ്ങൾ എല്ലാ സ്ഥലത്തും നടന്നത് പാടണം. ശരിക്കും പറഞ്ഞാണോ? ആ, വീടാന്തരം കയറി ഇറങ്ങി പാടണം. ആദ്യമായിട്ടോ ഇങ്ങനെ ഒരാൾ പറയാം. സന്തോഷമായി. ഓക്കെ ഓക്കെ, വളരെ എല്ലാ വീടുകളിലും കയറി പാടണം. ഇത് ഞാൻ പാടും. ഓക്കെ ശരി, പാടി അങ്ങ് പോയാലോ? പാടിക്കൊണ്ട് അങ്ങ് പൊക്കോളൂ. ബേത്ലഹേം പുഴയുടെ തീരത്ത് നിന്നായി അയാളുടെ പാട്ടിനൊരു ആകർഷണമുള്ളല്ലോ, പിന്നെ എന്തിനാണ് സുരാജ് അങ്കിൾ അത് എല്ലാ വീട്ടിലും പാടാൻ പറഞ്ഞത്? അതെ, ഇവിടെ നിന്ന് പാടിക്കഴിഞ്ഞാൽ നമുക്കൊന്നും തല്ലാൻ പറ്റൂലല്ലോ. നാട്ടുകാർ എല്ലാ വീടുകളിലും കയറി പാടുമ്പോൾ അവര് വളഞ്ഞിട്ടൊക്കെ തല്ലിക്കോളൂ. ആ, ഇമാതിരി കുറെ ഗായകന്മാർ ഇറങ്ങിയിട്ടുണ്ട് ഇതുപോലെ പള്ളിപ്പാട്ടുമായിട്ട്. കോമഡി സൂപ്പർ നൈറ്റ് കോ-പ്രസന്റഡ് ബൈ കൈരളി TMT സ്റ്റീൽ ബാസ് തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. അയ്യേ ചീത്ത കുട്ടിയാവല്ലേ ഇങ്ങനെ. ഇക്കുറിന്റെ വീട് എവിടെയാ? അങ്ങ് ദൂരെയാ. എന്തിനാ കരയുന്നേ? ചിമുള്ളണം. വെൽക്കം ബാക്ക് ടു കോമഡി സൂപ്പർ നൈറ്റ് കോ-പ്രസന്റഡ് ബൈ കൈരളി TMT സ്റ്റീൽ ബാസ്. ഇനി ഡബ് സ്മാഷ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല. എല്ലാരും ചെയ്തിട്ടില്ലേ? ഓക്കെ, നമുക്കൊരു ഡബ് സ്മാഷ് ചെയ്താലോ? ശരി, പിടക്കോഴി കൂകുന്ന നൂറ്റാണ്ട് എന്ന സിനിമയിലെ ഒരു ചെറിയ പോർഷൻ. ഓക്കെ, വേണം. യോ ചപ്പാത്തി എങ്ങനാണെങ്കിലും വയറ് തന്റെ ആ മനുഷ്യ, അത് ഓർമ്മ വേണം. ആ തീറ്റ പണ്ടാരത്തിന് ഇനിയും വേണമെന്ന് ചുട്ടു വെച്ചിരിക്കേ, കൊണ്ട് പോട്. ചപ്പാത്തി അവിടെ ഇരിക്കട്ടെ, ഞാൻ ഒന്നുകൂടി ചോദിച്ചിട്ട് വരാം. ചിലപ്പോ എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയാലോ? ഇക്രു ഇക്രു, ഞാൻ ചോദിക്കുന്നതിന് സമാധാനം പറഞ്ഞ ഇക്രുവിന് ഞാൻ എത്ര ചപ്പാത്തി വേണേലും തരാം. തരുവോ? ഇക്രുവിന്റെ അച്ഛന്റെ പേരെന്താ? അച്ഛൻ. ഫസ്റ്റ് പേര് കൊച്ചച്ഛൻ എന്ന് പറയാത്ത ഭാഗ്യം. അയ്യേ ചീത്ത കുട്ടിയാവല്ലേ ഇങ്ങനെ. ഇക്രുവിന്റെ വീട് എവിടെയാ? അങ്ങ് ദൂരെയാ. ദൂരെന്ന് വെച്ചാ? സന്ദീപിന്റെ വീടിന്റെ അപ്പുറത്ത്. സന്ദീപിന്റെ വീട് എവിടെയാ? ലവല്ലിയുടെ വീടിന്റെ ഇപ്പുറത്ത്. അവിടെ പശുമ്പ ഉണ്ടല്ലോ. എന്തിനാ കരയുന്നേ? അയ്യേ മുള്ളി. ശരിക്കും മുള്ളിയാണ്. അസലായിട്ടുണ്ട്, ചപ്പാത്തിയൊക്കെ എടുത്ത് തിന്ന് നന്നായിട്ടുണ്ട് കേട്ടോ മോളെ, അസല്. കോമഡി സൂപ്പർ നൈറ്റ് കോ-പ്രസന്റഡ് ബൈ കൈരളി TMT സ്റ്റീൽ ബാസ് തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വെൽക്കം ബാക്ക് ടു കോമഡി സൂപ്പർ നൈറ്റ് കോ-പ്രസന്റഡ് ബൈ കൈരളി TMT സ്റ്റീൽ ബാസ്. നമുക്ക് ഇന്ന് വളരെ സന്തോഷം നിറഞ്ഞ ഒരു എപ്പിസോഡാണ്. ഈ രണ്ട് കുറുമ്പത്തിമാരും ഒരു കുറുമ്പനും കൂടെ വന്ന് കോമഡി സൂപ്പർ നൈറ്റ് അതിഗംഭീരമാക്കി. ഇനി നിങ്ങൾക്ക് എന്താണ് ഓഡിയൻസിനോട് പറയാനുള്ളത്? നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എന്താണ്? ഞങ്ങൾ ഇത്രയേരം സഹിച്ചതിന് എല്ലാവർക്കും ആദ്യം തന്നെ നന്ദി. പിന്നെ ഞങ്ങളുടെ സിനിമ കഴിയുമെങ്കിലും പോയി കാണണം, ഇത്രേ ഉള്ളൂ. സിനിമ റിലീസാണെങ്കിൽ സ്വാഭാവികം കഴിയുമെങ്കിൽ നിങ്ങൾ പോയി കാണണം, കഴിയുമെങ്കിലല്ല ഉറപ്പായിട്ട് അവർ വന്ന് കണ്ടിരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും സിനിമ. മോൾക്ക് എന്താ പറയാനുള്ളേ? ജീറു പറഞ്ഞ പോലെ കഴിയുമെങ്കിൽ കാണണം, അല്ല ഉറപ്പായി കാണും. സുരാങ്ങൾ പറഞ്ഞല്ലോ, പിന്നെ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത് താങ്ക് യു. മോൾക്ക് എന്താ? സിനിമ കാണണം, ഇതേപോലെ എല്ലാത്തിലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും സ്നേഹവും ഒക്കെ എപ്പോഴും ഉണ്ടാവണം, എന്നാലേ ഇങ്ങനെ വളരാൻ പറ്റുള്ളൂ. സോ താങ്ക് യു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് 3 പേർക്കും ഇഷ്ടപ്പെടുന്ന നല്ല കിടിലം വേഷങ്ങൾ തമിഴിലും, ഇപ്പോൾ മലയാളത്തിലല്ലേ ചില ആൾക്കാരൊക്കെ ചെയ്തിട്ടുള്ളൂ, മലയാളത്തിൽ മാത്രമല്ല തമിഴിൽ, തെലുങ്കിൽ, ഹിന്ദിയിൽ എല്ലാത്തിലും ഇതുപോലെ ബാലതാരമായിട്ടും വലുതാവുമ്പോൾ എനിക്ക് തോന്നുന്നു നല്ല കിടിലം ആക്ട്രസ്സായിട്ടും അതുപോലെ തന്നെ ആക്ഷൻ സൂപ്പർ സ്റ്റാറുമായിട്ടൊക്കെ വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. താങ്ക് യു, എല്ലാവിധ ഭാവങ്ങളും. കോമഡി സൂപ്പർ നൈറ്റ് കോ-പ്രസന്റഡ് ബൈ കൈരളി TMT സ്റ്റീൽ ബാസിന്റെ അങ്ങനെ ഒരു കുട്ടിത്തം നിറഞ്ഞ എപ്പിസോഡ് ഇതാ ഇവിടെ അവസാനിക്കുകയാണ്. വളരെ സന്തോഷത്തോടെ വീണ്ടും നാളെ കാണാം എന്ന ശുഭപ്രതീക്ഷയോടും കൂടി തൽക്കാലം ഈ കുട്ടിക്കുറുമ്പന്മാരും കുട്ടിക്കുറുമ്പത്തികളും വിട പറയുന്നു. ബൈ.